ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതേപോലെ നോട്ട്ബുക്കിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഔട്ട്ലൈൻ പോലെ റൂമിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട്. ഈ ഒരു ഡെസ്ക് ഞാൻ മേടിച്ചത് ജനുവരി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. അപ്പോൾ അന്ന് ഡെസ്ക് അൺബോക്സ് ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്പാണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു ഡെസ്ക് അല്ലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് വന്നിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഷെയ്ഡായിരുന്നു. പിന്നെ കിട്ടി സെറ്റൊക്കെ ചെയ്തപ്പം വല്ലാതെ കുഴപ്പമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റിട്ടേൺ അയക്കണ്ടെന്ന്. പിന്നെ ഇപ്പം ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ റൂമിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടേബിളൊന്നും ഈ ഒരു പൊസിഷനിലല്ലായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ മൊത്തം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ തുടങ്ങിയത്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ കാണിക്കുന്ന മൊത്തം മിസ്റ്റർ DIYന്ന് മേടിച്ച സാധനങ്ങളാണ്. അപ്പം ഇനി അതിൻ്റെ പ്രൈസും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ടൈം ആയിരുന്നു മിസ്റ്റർ DIYയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ചാൽ കുറച്ച് പിൻട്രസ്റ്റ് ഐറ്റംസൊക്കെ നമുക്ക് കുറച്ചും കൂടി ചീപ്പ് റേറ്റിന് കിട്ടുന്നതായിട്ട് തോന്നി. കാരണം ഞാൻ ഡൈക്കിഡ് സ്മാർട്ടിലും കുറച്ച് സാധനങ്ങൾ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രൈസ് ചേഞ്ച് ഉണ്ട് രണ്ട് സ്ഥലത്തും. അപ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് തോന്നിയത് മിസ്റ്റർ DIY തന്നെയാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് ബോക്സിന് മുതലാണ് ഞാൻ ഡൈക്കിഡ് സ്മാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഡൈക്കിഡ് സ്മാർട്ടിൻ്റെയും പ്രൈസ് ഞാൻ കിട്ടുകയാണെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പിൻട്രസ്റ്റ് ഐറ്റംസൊക്കെ ചീപ്പ് റേറ്റിൽ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ DIYയിലൊക്കെ ഒന്ന് പോയി നോക്കുക. കാരണം നമ്മൾ അന്വേഷിക്കുന്ന സാധനങ്ങൾ അവിടെ കിട്ടാൻ മതിയാവും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ ഡെസ്ക് മേക്ക് ഓവറിൻ്റെതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഡെസ്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് ഇതേപോലെ പ്രിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് A4 ഷീറ്റിലാണ്, നോർമൽ പ്രിൻ്റാണ് ചെയ്തെടുത്തത്. ഫസ്റ്റ് ഞാൻ വാളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വാൾപേപ്പർ ഇന്ത്യയിലുണ്ട്, പക്ഷെ അത് ഞാൻ വേറെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുതിയതായിട്ട് പ്രിൻ്റ് എടുത്താണ് ഇതൊക്കെ. പിന്നെ ഈ ഒരു ലാമ്പ് ഞാൻ ഈ ഒരു കോർണറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു കലണ്ടർ ഈ ഒരു സൈഡിലും ഫിറ്റ് ചെയ്യാം. ബാക്കി സൈഡിൽ മൊത്തം വാൾ സ്റ്റിക്കേഴ്സ് കവർ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാവരും കലണ്ടർ നോക്കുന്നുണ്ടാവും. ഏപ്രിൽ മന്തിൻ്റെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. കാരണം ജൂൺ മന്ത് മുതലുള്ളത് ഞാൻ അതിൽ സെറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇനി ജൂൺ മന്തിലുള്ളത് അത് ഇതേപോലെ ചെയ്തെടുത്തിട്ട് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഏപ്രിൽ മന്തിൻ്റെത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. ഫസ്റ്റ് ഡെസ്കിൽ എല്ലാ കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വാൾ പോസ്റ്റർ ഒട്ടിച്ച് കൊടുക്കുന്നത്. കാരണം ഏതൊക്കെ ഭാഗത്താണ് കവർ ചെയ്യേണ്ടതെന്ന് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു ഡെസ്കിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കി പൊസിഷനിൽ മൊത്തം വാൾ പോസ്റ്റർ ഒട്ടിച്ച് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ആ ഒരു ഫ്രെയിം അതിൽ ഞാൻ ഒരു സാധനം ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പം അത് പ്ലെയിൻ ആക്കി ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോക്സിൽ ഞാൻ ഇപ്പോഴും എനിക്ക് ആവശ്യമുള്ള കുറച്ച് ബുക്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കോർണറിൽ തന്നെ വെക്കുന്നുണ്ട്, കാരണം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സെറ്റ് ചെയ്തതാണ് ഈ ഒരു യൂട്ടിലിറ്റി കാർഡും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഡെസ്ക് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഫൈനലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു കംഫർട്ടിനനുസരിച്ചാണ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പോൾ ഇനി മൊത്തമായിട്ട് ടേബിളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഒരു ലാമ്പും വാട്ടർ ബോട്ടിലും ഉണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മിനി സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഒരു പെൻസിൽ ബോക്സിൽ ഞാൻ മൊത്തമായിട്ടും കളർ പെൻസിലാണ് ആഡ് ചെയ്തത്. എനിക്ക് അത്യാവശ്യം വേണ്ട പെൻസില്, പെന്ന് അങ്ങനത്തെയൊക്കെ. പിന്നെ ഈ ഒരു കാൻഡിൽ ഇന്ത്യയിൽ ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എബൌട്ട് മീ കൊടുത്തിട്ട് ഞാനായിട്ട് റിലേറ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഉള്ളത് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. അതിൽ ഇങ്ങനത്തെ ഒരു ഗ്രിഡിൻ്റെ ഒരു ബുക്ക് പോലെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു നോട്ട് പാഡ് പോലെയുണ്ട്. പിന്നെ ഗ്ലൂവും വാഷി ടേപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. കൂടുതലും ജേർണലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഈ ഒരു മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന ഈ ഒരു പോട്ട് ഞാൻ ഈ 2 ബുക്കിൻ്റെ മേലായിട്ടാണ് വെച്ചത്. ഫസ്റ്റത്തെ ഒരു ഫ്ലോറലിൽ വന്നിട്ടുള്ള ഈ ഒരു ജേർണൽ പോലത്തെയാണ്. അപ്പോൾ അതിൽ 4 ടൈപ്പ് ഓഫ് പേജസ് വരുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള. ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇക്കിഗായി പറഞ്ഞിട്ടുള്ള ബുക്കും കൂടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സൺലൈറ്റിൻ്റെ ലാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് ചെയ്ത് വന്നപ്പം ഒരു ചെറിയ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.